ഓണാക്കിയോ? അങ്ങനെ നമ്മള് പൊൻകുഴി ക്ഷേത്രത്തിന്റെ അവിടുന്ന് നീങ്ങിട്ടോ ഗുണ്ടൽപേട്ടക്കാട്ടോ പോണേ. ഗുണ്ടൽപേട്ട ഇതാണ് പൊൻകുഴി ക്ഷേത്രം. അവിടെ കഴിഞ്ഞു. ഇനി ഫോറസ്റ്റ് ആണ്. ഭാഗ്യം ഉണ്ടെങ്കിൽ ആനയും കാട്ടുപോത്തിനൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. എന്താണെന്നൊന്നും അറിയില്ല. ഏതായാലും പോയി നോക്കാം അല്ലേ? ക്ലാസ് കാത്തണ്ട, പുറത്ത് ചൂടാ. ഇതിന്റെ ഉള്ളിൽ എ സി ഇട്ടിട്ടാണ് അങ്ങനെ തോന്നുന്നത്. ഇവിടെ ഒന്നും മൃഗങ്ങളില്ല. ഇവിടെയൊക്കെ ലോറിയൊക്കെ പാർക്ക് ചെയ്തു. സ്ലോ ആക്കാനാ പറയുന്നത്. സ്ലോ പറയുന്നത്. അയാള് മൂത്രയിക്കാൻ ഇറങ്ങിയ സ്ഥലേ ആന ഇറങ്ങണോട്ട്. അതും ഡ്രൈവറാണ്. നല്ല നല്ല മനുഷ്യനാണ്. ആടുണ്ടോ? അത് പശുവാണ്. ഇവിടെ വളർത്തുന്ന പശുക്കളെ തീയ തിന്നാനും വേണ്ടിട്ടേ തീറ്റക്കും വേണ്ടി വിട്ടതാ. കാട്ടുതേനുണ്ട്. വൈൽഡ് ഹണി വേണോ? ഈ യാത്ര ഭയങ്കര രസായിട്ടോ അല്ലേ? നല്ല രസായില്ലേ? ഒക്കെ ആദിവാസികളാണ് അവിടെ ഇരിക്കണേ. ആ ഒരുക്കുണ്ടല്ലോ വീടും ഇതൊക്കെ. അതെ, ആന പുലിയൊക്കെ ഇറങ്ങണ സ്ഥലത്താണ്. പുലിയൊന്നും കുടിക്കൂല. ഓലാണ് അറ്റങ്ങൾക്ക് തിന്നാൻ കൊടുക്കണോണ്ട് ഓല കുടിക്കൂല. അതാണ് നമ്മളൊക്കെ പിടിക്കും. ഇവിടൊക്കെ നല്ല രസമുള്ള സ്ഥലം അല്ലേ? അങ്ങനെ മുത്തങ്ങ ഫോറസ്റ്റ് ആണ് നമ്മളിപ്പോ ഉള്ളത്. മുത്തങ്ങ ഫോറസ്റ്റിലാപ്പുള്ളത്. മൈസൂർ കാടാണ്. മൈസൂർ കാട് കർണാടകയാണ് കേട്ടോ. നമ്മള് കേരളത്തിൽ നിന്ന് ഇങ്ങനെ നേരെ കർണാടകയ്ക്ക് കയറിട്ടോ. അവിടെ കുരങ്ങന്മാര് കൊറേ ഉണ്ട്. കൊറേ ഉണ്ട്. ഇവിടുന്ന് അങ്ങനെ നമ്മളിങ്ങനെ പോയി. ഇനി ഗുണ്ടൽപേട്ട എത്തിയ ഗുണ്ടൽപേട്ട ഞമ്മക്കേ ഫ്ലവറൊക്കെ കാണണം കേട്ടോ. സൺഫ്ലവറും മല്ലിക ഉണ്ടോന്ന് അറിയില്ല. സൂര്യകാന്തി ഒക്കെ കാണണം. നമ്മുടെ മെല്ലെ പോകാൻ പാടുള്ളൂ 30 സ്പീഡില്. എന്താ കാരണം അറിയോ? ആനയൊക്കെ അല്ല ആ മാന് ആനയൊക്കെ വിലങ്ങ് കൊടുക്കുമ്പോ തട്ടും ചാച്ചു മെല്ലെ പോകാൻ പാടുള്ളൂ. ഗോ സ്ലോ എഴുതി വെച്ചാണ്. റോഡ് എങ്ങനെയുണ്ട് സുന്ദരിയ? സൂപ്പർ അല്ലേ? മൃഗങ്ങളൊന്നും കാണുന്ന ഒപ്പിട്ട് തോന്നണില്ല കണ്ടിട്ട്. തോന്നുന്നില്ല. ഇവിടെ നിന്ന് ഉണ്ടാക്കാൻ ചാൻസ് കുറവാ. അതെ, ഉണ്ടാക്കാൻ ചാൻസ് കാണുന്നില്ല. ഇനി നമുക്ക് മറ്റേ റോഡ് മറ്റേ കാട്ടിന്ന് വേണമെങ്കിൽ ചിലപ്പോ കാണാൻ ചാൻസ്. അവിടേക്ക് എല്ലാരും പോയിട്ടുണ്ടാവും. ഈ റോഡില് അമ്പൊന്നും കേട്ടോ. നല്ല പ്ലെയിൻ റോഡാണ്. അതെ, നല്ല സുഖണ്ടല്ലേ പോകാന്. ഇവിടെ ഒരു പാലം ഉണ്ട് കേട്ടോ. ചെറിയൊരു പാലം ഇതിലെ കടന്നു പോകുന്നുണ്ട്. അവിടെ ബ്ലോക്കായി. ആ വണ്ടിക്കാരെ ബ്ലോക്കായി. നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്താണ് ഇട്ടത്. നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത്. ഇവിടെ എന്തോ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ ഒരു വലിയ ബോർഡും കണ്ടിട്ട് നിറച്ച് കുരങ്ങന്മാരും ഉണ്ട് കേട്ടോ. അവിടെ ഗ്ലാസ് താത്തിയ വണ്ടിന്റെ ഉള്ളിൽ സാധനമൊക്കെ പൊക്കിപ്പോകും.
നല്ല ബ്ലോക്കാണ്. അത് ലോറി, വലിയൊരു ലോറി മുമ്പിൽ പോകുന്നുണ്ട്, അതുകൊണ്ടാണ് അത്ര ബ്ലോക്ക്. സുന്ദരിയ ഗുണ്ടൽപേട്ട 36, നെഞ്ചങ്കോട് 72, മൈസൂര് 94. കൊല്ലേകര 155. അപ്പൊ കർണാടക ബോർഡറിൽ കയറി, കർണാടകയിൽ കയറി. ഇവിടെ ചെക്ക് പോസ്റ്റിൽ ചെക്ക് ചെയ്യണമെന്നില്ല, പക്ഷെ അമ്പുണ്ടായതുകൊണ്ടേ സ്ലോ ആയതാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെയാണ് ഫോറസ്റ്റുകാരെ ചെക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ, വണ്ടി ചെക്ക് ചെയ്യാനുണ്ട്. ഇവിടെ പൈസ വാങ്ങണുണ്ടോന്ന് സംശയമുണ്ട്, നോക്കട്ടെ. അങ്ങനെ ചെക്ക് പോസ്റ്റില് 20 റുപ്യ വാങ്ങിട്ടോ. എൻട്രൻസ് ആണ് ഇവിടെ. എല്ലായിടത്തും പൈസയല്ലേ വണ്ടികൾ കൊടുക്കണതിന് കുഴപ്പമുണ്ടായിട്ടല്ല, എങ്കിലും അങ്ങനെ നമ്മള് ഫോറസ്റ്റിലേക്ക് കയറി. വീണ്ടും ഇവിടൊക്കെ നിറച്ച് ഹമ്പും ഈ പൈസ വാങ്ങണോണ്ടാണ് ഇത്ര തിരക്ക് വന്നത് കേട്ടോ. സുന്ദരിയെ, ഇവിടെ എങ്ങനെയുണ്ട് സ്ഥലം? അടിപൊളി സ്ഥലല്ലേ ഈ ഫോറസ്റ്റ് ഒക്കെ? അടിപൊളിയല്ലേ? നീ ആനനൊക്കെ കാണോ? കാണോ? ഈ തരം ആന എന്തായാലും ഉണ്ടാവും ഇവിടെ. 4:30 ആയില്ലേ? കുറച്ചുകൂടി പോയാ കാണൂലേ? കാണേ. എത്ര സമയം? അടുത്ത വീഡിയോ ആയിട്ട് ഇന്നും വരാം. ബൈ.